ഇന്ധനം കടത്തിയെന്നാരോപിച്ച ഒമാൻ ഉൾക്കടലിൽ നിന്ന് ഇറാൻ ഒരു ടാങ്കർ പിടിച്ചെടുത്തു. 6 ദശലക്ഷം ലിറ്റർ ഇന്ധനം നിയമവിരുദ്ധമായി കടത്തിയെന്നാരോപിച്ച് ഇന്ത്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 18 ജീവനക്കാരെ ഇറാൻ കസ്റ്റഡിയിലെടുത്തു. സാമ്പത്തിക മാന്ദ്യവും ആണവ തർക്കങ്ങളും നിലനിൽക്കെയാണ് ഇറാന്റെ ഈ നടപടി. ഇന്ധനം കടത്തിയെന്നാരോപിച്ച് ഒമാൻ ഉൾക്കടലിൽ നിന്ന് ടാങ്കർ പിടിച്ചെടുക്കുകയായിരുന്നു ഇറാൻ. 6 ദശലക്ഷം ലിറ്റർ ഇന്ധനം നിയമവിരുദ്ധമായി കടത്തിയെന്നാണ് ആരോപണം. നിലവിൽ ടാങ്കറിന്റെ ക്യാപ്റ്റൻ അടക്കമുള്ളവരാണ് ഇറാന്റെ കസ്റ്റഡിയിലുള്ളത്. എന്നാൽ പിടിച്ചെടുത്ത ടാങ്കറിന്റെ ഉടമസ്ഥത സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല. ഇറാന്റെ കസ്റ്റഡിയിലുള്ള ടാങ്കർ സ്റ്റോപ്പ് ഓർഡറുകൾ അവഗണിക്കുക, രക്ഷപ്പെടാൻ ശ്രമം നടത്തുക, നാവിഗേഷൻ, കാർഗോ രേഖകൾ കൈവശം വെക്കാതെയുള്ള യാത്ര തുടങ്ങിയ നിയമലംഘനങ്ങൾ നടത്തിയെന്നാണ് വാർത്താ ഏജൻസി ഉദ്ധരിക്കുന്നത്. അതേസമയം ഇറാനിലെ ആണവോർജ്ജ പദ്ധതികളുമായി ബന്ധപ്പെട്ട് പശ്ചിമേഷ്യയിൽ തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇറാൻ വിദേശ ടാങ്കർ കസ്റ്റഡിയിലെടുത്തത്. മാത്രമല്ല, രൂക്ഷമായ സാമ്പത്തിക മാന്ദ്യം നേരിടുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇറാന്റെ നടപടി. ലോകത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ എണ്ണ വിൽക്കുന്നത് ഇറാനിലാണ്. ഇതിനെ മുൻനിർത്തി ഗൾഫ് രാജ്യങ്ങളിലേക്ക് നിയമവിരുദ്ധമായി കൊണ്ടുപോകുന്ന ഇന്ധന ടാങ്കറുകൾ പിടിച്ചെടുക്കുന്ന നടപടിയാണ് ഇറാൻ ഇപ്പോൾ സ്വീകരിക്കുന്നത്. അടുത്തിടെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായി സഹകരിക്കുന്നില്ലെന്നും കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം അമേരിക്കയുമായി നേരിട്ട് ചർച്ചകൾ നടത്തുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടി ഇറാന് മേൽ ഐക്യരാഷ്ട്രസഭ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു.